ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് 3 പൊട്ടറ്റോ ഞാൻ അത് ബോയിൽ ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമുക്കതൊന്ന് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബോയിൽ ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആവരുത്. ഇതേമാതിരി കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വേവാണ് വേണ്ടത്. 3 പൊട്ടറ്റോ ഇതേ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 5 കാശ്മീരി മുളക് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ ഘട്ടത്തിലാകുമ്പോൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ഇനി ഞാൻ ആ മുളക് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 1/2 സ്പൂണ് കുരുമുളകും ചേർത്തു. ഇനി ഒരല്പം പൊടിയുപ്പ് ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ക്രഷായി കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഒരു വേറെ ഫ്രൈ പാൻ വെച്ചു. ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. ഒരു സവോള പൊടിയായി കട്ട് ചെയ്ത് ചേർത്തു. ഇനി 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ പൊട്ടറ്റോ ഫ്രൈ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ ആണ്. സവോളയൊക്കെ ഇതേമാതിരി ഒന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, ഒരു 1/2 സ്പൂണ് മീറ്റ് മസാല അതുകൂടി ചേർത്തിട്ടുണ്ട്. അവിടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതിലേക്ക് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി അത് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾക്ക് പൊടിച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ഇത് മാത്രം മതി. കുരുമുളകും ആ മുളകിൻ്റെ ഇതും നല്ലൊരു എരിവുണ്ടാവും. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് എരിവൊക്കെ പിടിക്കട്ടെ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നിർബന്ധമായിട്ട് ഇത് ചേർത്ത് കൊടുത്തോളൂ. നല്ല രുചിയായിരിക്കും. ഏത് മസാലയ്ക്കും ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് നല്ലതായിട്ട് ചേരും, രുചിയും കൂടും. ഈ ഒരു ഘട്ടത്തിൽ 1 മിനിറ്റ് ഒന്ന് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞു, തുറന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ പൊട്ടറ്റോ എന്തായാലും കഴിച്ചോളും. ഈ സമയത്ത് ഒരു പിടി മല്ലിയില കൂടി ഞാൻ അതിൽ കട്ട് ചെയ്ത് ചേർത്തു. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയായി. ഇനി ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സെർവ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതാ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ സൂപ്പറായില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈയും തൈരും ഉണ്ടെങ്കിൽ തന്നെ സൂപ്പറല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.